ഹായ് ഗൈസ്, അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടെ അടുത്ത് കാടിൻ്റെ ഉള്ളിലൊരു കാവുണ്ട്, ഊരാളിക്കാവ് എന്ന് പറഞ്ഞിട്ട്, ആ പൂപ്പൻകാവ് എന്നൊക്കെ പറയുവേ, കല്ലേലി. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അപ്പം അഞ്ചൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അഞ്ചനെ വിളിച്ചുകൊണ്ട് പോവാട്ടോ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ പോവാട്ടോ. മാമൻ്റെ കാറിലാണേ പോകുന്നത്. എല്ലാവരും ഉണ്ട്, അഞ്ചും ഉണ്ട്, വിസ്മയ, കുഞ്ഞാമി, ഞാൻ, അങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറയുന്ന ഇപ്പോൾ ഭയങ്കര കുറേ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു കേട്ടൊക്കെ ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ കാടിൻ്റെ ഉള്ളിൽ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ വലിയ ഒരു എന്താ പറയുക, വലിയ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു, ഒരു ചെറിയൊരു അമ്പലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ വിശ്വാസങ്ങളും കാര്യങ്ങളും ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്ന കാരണം കുറേ പേര് വന്ന് കേട്ടറിഞ്ഞ് അതിപ്പോൾ വലിയൊരു അമ്പലമായിട്ടുണ്ട്. ഇതിന് ജാതി മതഭേദമന്യേ ആൾക്കാർ കുറേ പേര് വരുന്നുണ്ട്. മുസ്ലിങ്ങൾ വരും, ക്രിസ്ത്യൻസ് ഒക്കെ വന്ന് ഇവിടെയൊക്കെ വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേ ഉൾപ്രദേശത്തിലേക്ക് കയറിയിട്ടുള്ള ഒരു അമ്പലമാണ്. ശരിക്കും കാടിൻ്റെ നടുവിൽ തന്നെയാണ് കേട്ടോ ഈ അമ്പലം. ഈ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കടന്നിട്ടേ അമ്പലത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതുവഴി പോയി ചെക്ക് പോസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടൊക്കെ വേണം പോകാൻ. കാരണം ഈ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന കാരണേ അവരങ്ങനെ പോലീസുകാർ പോകുന്ന വണ്ടികളുടെയൊക്കെ ഇങ്ങനെ എണ്ണ എടുത്തും എഴുതി വെപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കുറേ പേർക്കൊക്കെ അറിയാം, ഒരുപാട് പഴയ മുരളിയുടെയൊക്കെ ഒരു സിനിമയുണ്ട്, പ്രായക്കര പാപ്പ എന്ന് പറഞ്ഞിട്ട് ആനയുടെയൊക്കെ ഒരു സിനിമയുണ്ട്. അത് ഫുൾ എടുത്തിരിക്കുന്നത് ഈ കല്ലേലിത്തോട്ടത്തിൽ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാളികപ്പുറത്ത് സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഈ കല്ലേലിത്തോട്ടത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തോട്ടമൊക്കെ കഴിഞ്ഞ് വേണം പോകാൻ വേണ്ടി. കുറച്ചൊരു 3/4 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പം അക്കു കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ. ഉറങ്ങാൻ തുടങ്ങി അക്കു. രാവിലെ ഒരു ഉറക്കമുള്ളത് അക്കുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അക്കു ഉറങ്ങാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ പോയി. എനിക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫോണൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു പേയ്മെൻറ്റ് ചെയ്യുകയും പിന്നെ അവരോട് ആണെങ്കിൽ അനുവാദം വാങ്ങുകയൊക്കെ വേണം. എന്നാലും ഞാൻ കരുതി കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ എടുക്കാം. പിന്നെ എന്തോ അവിടെ എടുക്കാനുള്ള അനുവാദമൊന്നും ഇല്ല. പിന്നെ അവിടുത്തെ ഏറ്റവും കുറേ പൂജകളുണ്ട്. അവൾ പൊങ്കാല ഇടുന്നതുണ്ട്. പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത് എന്തോ ഈ താമ്പൂലം വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ പ്രശ്ന പരിഹാരമൊക്കെ പറഞ്ഞു തരും കേട്ടോ. അവർ തേങ്ങയൊക്കെ ഉടച്ച് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം ഇന്ന് ഞായറാഴ്ചയും പിന്നെ അവിടെ എന്തോ 10ാം ഉദയത്തിൻ്റെ എന്തൊക്കെയോ ഇതായിരുന്നു കേട്ടോ, ആഘോഷങ്ങളൊക്കെ ആയി. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച അല്ലെങ്കിലും എല്ലാ ദിവസവും ഇവിടെ അന്യദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്ന കാരണം നല്ല തിരക്കുള്ളൊരു സമയം കേട്ടോ ഇവിടെ ഈ അമ്പലത്തിൽ. അപ്പം അതിൻ്റെതായിട്ട് കുറേ കണ്ടില്ലേ, കാടിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ടല്ല ഈ കാട്ടുചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ തൈലമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. കണ്ടില്ലേ, വണ്ടികളൊക്കെ റോഡിൻ്റെ 2 സൈഡിലും വണ്ടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് ഈ അമ്പലത്തിന് അടുത്തോട്ടാണ് കേട്ടോ വണ്ടി കൊണ്ടുവന്നിട്ടത്. അപ്പോൾ ഈ കയറി പോകുന്ന വലിയ അമ്പലം പോകണമെന്ന് പോലൊന്നുമല്ല. ഈ പർണശാലയൊക്കെ ഇല്ലേ, ഇതൊക്കെ കെട്ടിയിട്ടുള്ളത്, ഓലയൊക്കെ കെട്ടിയിട്ടുള്ളത്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഈ അമ്പലത്തിനുള്ളത്. അപ്പം ഞാൻ മോളിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു. എന്നിട്ട് ആരും കാണാതെ ഞാൻ കുറച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും എന്ന് കരുതിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല, താമ്പൂലം വെച്ചിട്ട് ഇങ്ങനെ പ്രശ്നപരിഹാരം പറയുമെന്ന്. അതിന് ഞങ്ങൾക്ക് കുറേ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. അതിന് ശേഷം അവരെന്തെങ്കിലും പൂജ ചെയ്യാൻ പറഞ്ഞാൽ ആ പൂജയൊക്കെ ചെയ്യണം. അപ്പം ഞങ്ങൾ അതിന് ശേഷം പൂജയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രസാദം എന്ന് പറയുന്നത് ഈ കഞ്ഞിയുണ്ട്. കഞ്ഞിയും പയറും നല്ല നാരങ്ങാച്ചാറും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ആക്ച്വലി ഈ കഞ്ഞി ഇഷ്ടമല്ല. ഞാൻ വീട്ടിൽ അങ്ങനെ കഞ്ഞിയൊന്നും കുടിക്കത്തില്ല. അഞ്ചേണ്ണി കഞ്ഞിയൊക്കെ കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ ഉണക്കപ്പയറിൻ്റെ തോരനുണ്ട്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ എല്ലാവരും കഞ്ഞിയൊക്കെ വാങ്ങിച്ചു, കഞ്ഞിയൊക്കെ കുടിച്ചു. എനിക്കാണെങ്കിൽ 2ാമത് വാങ്ങണമെന്നുണ്ടായിരുന്നേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇത് നേർച്ച കഞ്ഞിയല്ലേ, അവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്കെല്ലാം എത്തണ്ടേന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മാത്രം കുടിച്ചിട്ട് പിന്നെ അതിൻ്റെ താഴെ കൂടെ നമ്മളെ അച്ചൻകോവിലാറ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആറിൽ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി അക്കൂനെയൊക്കെ ഒന്ന് ആറ്റിലിറക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആറ്റിലിറക്കുക. അപ്പം അഞ്ചേട്ടൻ പറഞ്ഞു, നിങ്ങളെന്നാൽ പോകും, ഞാൻ ഈ പാത്രമൊക്കെ നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് കഴുകി കൊണ്ടുവന്ന് വെക്കണേ, പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. അക്കൂന് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിറങ്ങി കളിച്ചു. അക്കൂനെ കുറച്ച് നേരം, ഇവിടെ മീനൊക്കെ ഉണ്ട്. നമ്മൾ കാല് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ മീനുകളൊക്കെ വരും കേട്ടോ. അതിൻ്റെ അക്കരെ, ഈ ആറിൻ്റെ അക്കരെ എന്ന് പറയുന്ന വലിയ കാടാണ് കേട്ടോ. ആനയും പുലിയൊക്കെ പന്നിയൊക്കെ ഉണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ കുറേ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു നേർച്ചയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ പറയിടുക, പിന്നെ പടയണി വെക്കുക, അങ്ങനെ കുറേ ഇതുണ്ട്. ഞങ്ങൾ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അഞ്ചെണ്ണെ കാണുന്നില്ല. കയറി വന്നപ്പോൾ ഇല്ലേ, പാത്രം കൊടുക്കാൻ പോയ ആൾ 2ാമത് പിന്നെയും കഞ്ഞി വാങ്ങിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടപ്പം വലിയ ചിരി. എന്താ ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാൻ. പാത്രം കഴുകി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ ആൾ പിന്നെയും കഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ, കൊതി കാരണം. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു.